ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. നമുക്കിന്ന് വളരെ മനോഹരമായിട്ട് ലില്ലിച്ചെടിയെ പരിചയപ്പെട്ടാലോ? ഓറഞ്ച് ലില്ലിയാണ് കേട്ടോ. ഇതിന് മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഫയർ ലില്ലി. ഇനി അതിനും മറ്റൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ലില്ലി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ലില്ലിച്ചെടി ഉണ്ടല്ലോ, വടക്കൻ അയർലൻഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ യൂറോപ്പിലെ മിക്കയിടങ്ങളിലും സ്പെയിൻ മുതൽ ഫിൻലാൻഡ്, ഉക്രൈൻ വരെയൊക്കെ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിൽ നമുക്ക് ഒരുപാട് ഈ ചെടികളെ കാണാൻ കഴിയും. നമ്മൾ ഓൾറെഡി ഈ പൂക്കളുടെയൊക്കെ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനത്തെ വെറൈറ്റികളായിട്ടുള്ള പൂക്കളാണ് കൂടുതലും അവിടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഓർക്കിഡ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. റോസാപ്പൂക്കളൊക്കെ റെയറായിട്ട് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ചെടിയുടെ ഇല കണ്ടോ, ഇത് വ്യത്യസ്തമായ ഇലയാണല്ലേ. നമ്മുടെ നാട്ടിലെ ലില്ലിച്ചെടിയുടെ ഇല പോലെയല്ല. ഇതിങ്ങനെ തണ്ട് പോലെ നീണ്ടു വന്നിട്ട് ഒരു മൊട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ആ മുട്ടുകൾ ഇങ്ങനെ ഡൈവേർട്ടായിട്ട് വീണ്ടും തണ്ടുകൾ പോയിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഇത്ര ഭംഗിയിലിങ്ങനെ കൊലയായിട്ട് 4-5 പൂക്കളായിട്ട് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. ഇതിനൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ കറ ഇങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു വിഷമയം ഈ ചെടിക്കുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഇവിടെ പേഷ്യൻറ്റിനെയൊക്കെ കാണാൻ ആൾക്കാരൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ഇങ്ങനത്തെ പൂക്കളൊക്കെയാണ് ബൊക്ക പോലെ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ അമ്മച്ചിയുടെ നാത്തൂന് വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരി അമ്മച്ചിക്ക് കൊണ്ടുകൊടുത്ത ബൊക്കയാണ് ഈ ടൈഗർ ലില്ലി. ഇതിന് മണം എന്ന് പറയാൻ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊരു ലില്ലിച്ചെടി ഉണ്ടല്ലോ, രാത്രിയിൽ ഇങ്ങോട്ട് വിടർന്നിട്ട് വലിയ ഇലകളുള്ള ഒരു ലില്ലിച്ചെടി ഉണ്ടായിരുന്നല്ലോ. അതുപോലെയൊന്നും മണമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഇനം ഏതാണെന്നറിയാമോ? ലിലിയം ബൾബിഫെറം എന്നാണ് ഈ ചെടിയുടെ ഇനത്തിന് പറയുന്നത്. ഇതിൽ പല കളറുകളുണ്ട്. പർപ്പിൾ കാണാൻ കഴിയും, ലൈറ്റ് യെല്ലോ പോലത്തെ ഇത് കാണാൻ കഴിയും. അങ്ങനെ പല കളറുകളും നമുക്കിവിടെ ഷോപ്പുകളിലൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഇങ്ങനത്തെ പൂക്കളൊന്നും ആർക്കും ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുക്കത്തില്ല അല്ലേ. പക്ഷേ ഈ പൂക്കൾക്കൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്നൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെറിഞ്ഞ് കളയുന്ന ഈ ലില്ലിച്ചെടിയെ പോലുള്ള കുറേ ചെടികളൊക്കെ ഇല്ലേ, അവയ്ക്കൊക്കെ എന്താ വില പുറം രാജ്യങ്ങളിൽ നിന്നറിയുമോ? അപ്പം നമുക്ക് നല്ല ചെടികളും നല്ല സുന്ദരമായ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.